പൊങ്ങുന്നത് ലോകം കാണാറുണ്ട്. മിസൈലുകൾ പറക്കുന്നതും ഡ്രോണുകൾ ആക്രമണം നടത്തുന്നതും വാർത്തകളിൽ നിറയും. എന്നാൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങൾ ചരിത്രത്തിൽ വളരെ അപൂർവമായാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ അത്തരമൊരു നിർണായക നിമിഷത്തിന്റെ വിവരങ്ങളാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾ ഇറാനെ ഒരിക്കലും ഭയപ്പെടുത്തിയിട്ടില്ലെന്നും യുദ്ധത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് അമേരിക്കൻ പ്രതിനിധിയോട് ചോദിച്ച ഒരു ചോദ്യം ഇന്നും ആ ചർച്ചയുടെ യഥാർത്ഥ അന്തരീക്ഷം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മെഹർ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുമായുള്ള രഹസ്യ നയതന്ത്ര ചർച്ചകളിൽ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ദേശീയ മാധ്യമമായ വിയോൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫുമായി നടത്തിയ ചർച്ചകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അരാഗ്ചി ആ നിർണായക നിമിഷം വിവരിച്ചത്. ഏത് സ്ഥലത്താണ് ആ കൂടിക്കാഴ്ച നടന്നതെന്നോ ഏത് ഘട്ടത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്നോ അദ്ദേഹം വ്യക്തമാക്കിയില്ല. എന്നാൽ ആ ചർച്ചകളുടെ മാനസിക സമ്മർദ്ദം വിവരിക്കാൻ പറഞ്ഞ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഏത് നിമിഷവും വായുവിലേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫിനോട് താൻ ചോദിച്ചതെന്ന് അരാഗ്ചി പറഞ്ഞു. ആ ചോദ്യം കേട്ടതോടെ അമേരിക്കൻ പ്രതിനിധി കുറച്ച് നിമിഷങ്ങളൊന്നും പറയാതെ തന്നെ നോക്കി നിന്നുവെന്നും അദ്ദേഹം ഓർത്തെടുത്തു. അരാഗ്ചിയുടെ വെളിപ്പെടുത്തൽ അവിടെ അവസാനിച്ചില്ല. അമേരിക്കൻ പ്രതിനിധിയോട് മറ്റൊരു ചോദ്യം താൻ ചോദിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഫോണിൽ നിങ്ങളുടെ കുടുംബവുമായി സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ അവസാന സംഭാഷണമായിരിക്കാമെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്ന സാഹചര്യത്തിലാണ് തങ്ങൾ ചർച്ച നടത്തിയതെന്നും ഓരോ നിമിഷവും ജീവൻ അപകടത്തിലാകാമെന്ന ബോധ്യത്തോടെയായിരുന്നു ഇറാൻ ഉദ്യോഗസ്ഥർ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണിയുടെയും അനിശ്ചിതത്വത്തിന്റെയും നടുവിലും ഇറാൻ തന്റെ നിലപാടിൽ നിന്ന് പിന്മാറിയില്ലെന്ന സന്ദേശമാണ് ഈ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം നൽകാൻ ശ്രമിച്ചത്. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെക്കുറിച്ചും അരാഗ്ചി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയോ സൈനിക ഭീഷണികളിലൂടെയോ ഇറാനെ വഴങ്ങിപ്പിക്കാമെന്നാണ് അമേരിക്ക കരുതിയതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറാൻ അത്തരമൊരു രാജ്യമല്ലെന്നും ഒരാളെ ഇല്ലാതാക്കിയാൽ ബാക്കിയുള്ളവർ ഭയന്ന് കീഴടങ്ങുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് വെനസ്വേല പോലുള്ള ഒരു സ്ഥലമല്ല. ഒരാളെ ഇല്ലാതാക്കിയാൽ മറ്റുള്ളവർ പേടിച്ച് പിന്നോട്ടു പോകുന്ന രാജ്യമല്ല ഇറാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അമേരിക്കയ്ക്ക് ഇറാനെ ഭീഷണിപ്പെടുത്താനോ പണം കൊണ്ട് വാങ്ങാനോ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമായാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. 12 ദിവസം നീണ്ട യുദ്ധത്തിന് മുമ്പ് നടന്ന ചർച്ചകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല എന്നും അരാഗ്ചി പറഞ്ഞു. അതിനുശേഷമാണ് അമേരിക്ക കൂടുതൽ കടുത്ത മാർഗം തിരഞ്ഞെടുത്തതെന്നും എന്നാൽ ആ നീക്കം അമേരിക്ക പ്രതീക്ഷിച്ച ഫലം നൽകിയില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അവർ ദുഷ്കരമായ പാത തിരഞ്ഞെടുത്തു. പക്ഷെ 12 ദിവസത്തെ യുദ്ധത്തിൽ അവർ പരാജയം ഏറ്റുവാങ്ങി. യുദ്ധത്തിന് ശേഷം അവർ വീണ്ടും തെറ്റായ കണക്കുകൂട്ടലാണ് നടത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വിലയിരുത്തലുകളിൽ വലിയ പിഴവുണ്ടായിരുന്നുവെന്നും അരാഗ്ചി ആരോപിച്ചു. ഏതാനും ദിവസത്തെ ആക്രമണത്തിലൂടെ ഇറാന്റെ സൈനിക ശേഷി തകർക്കാനും രാജ്യത്തെ അസ്ഥിരമാക്കാനും ഒടുവിൽ ഭരണകൂടം തകരുമെന്നുമാണ് അവർ കരുതിയതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ യാഥാർത്ഥ്യം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആക്രമണം ശക്തമായപ്പോൾ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുമെന്നാണ് അമേരിക്കയും ഇസ്രയേലും പ്രതീക്ഷിച്ചത്. പക്ഷെ ജനങ്ങൾ ഭരണകൂടത്തിന് പിന്നിൽ ഉറച്ചു നിന്നുവെന്നും അതാണ് യുദ്ധത്തിന്റെ ഗതി മാറ്റിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. യുദ്ധം ദീർഘിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ അമേരിക്കയ്ക്കും ഇസ്രയേലും ആക്രമണം അവസാനിപ്പിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പ്രതിരോധ ശേഷിയെ അമേരിക്ക ഗൗരവമായി കണക്കിലെടുത്തില്ലെന്നാണ് അരാഗ്ചിയുടെ മറ്റൊരു പ്രധാന ആരോപണം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സൈനിക ആക്രമണത്തിലൂടെ ഇറാനെ കീഴടക്കാമെന്ന ധാരണ തെറ്റായിരുന്നുവെന്നും യുദ്ധം തെളിയിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സൈനിക ശക്തി മാത്രമല്ല, ദേശീയ ഐക്യവും ജനങ്ങളുടെ പിന്തുണയും ഒരു രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രധാന ഘടകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ഇറാന്റെ സൈനിക നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന സൂചന നൽകുന്ന മറ്റൊരു സംഭവം പുറത്തു വന്നിട്ടുണ്ട്. സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിന്റെ പ്രസ്താവന പ്രകാരം കുവൈറ്റിലെ ക്യാമ്പ് അൽ അദീരയിലെ വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളും അലി അൽ സലേം വ്യോമതാവളത്തിലെ ഉപകരണങ്ങളും പേഴ്സണൽ ഷെൽട്ടറുകളും ലക്ഷ്യമിട്ടാണ് ഏറ്റവും പുതിയ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ അവകാശപ്പെട്ടു. അന്താരാഷ്ട്ര കരാറുകളുടെ ലംഘനത്തിനും സാധാരണ ജനവാസ മേഖലകളിൽ നടന്ന ആക്രമണങ്ങൾക്കുമുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടി നടത്തിയതെന്ന് സൈന്യം അറിയിച്ചു. ഇറാന്റെ ചരിത്രവും പരമാധികാരവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്നും രാജ്യത്തിന്റെ മനുഷ്യരാശിയുടെയും ശത്രുക്കൾക്കെതിരെ അവസാന നിമിഷം വരെ പോരാടുമെന്നുമാണ് സൈനിക പ്രസ്താവനയിൽ പറയുന്നത്. മെഹർ ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂലൈ 19 നടന്ന പ്രതികാര ആക്രമണത്തിന്റെ 16ാം ഘട്ടത്തിന് പിന്നാലെയാണ് ഈ പുതിയ ആക്രമണം എന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും മറുവശത്ത് സൈനിക സന്നാഹങ്ങളും സമ്മർദ്ദവും വർദ്ധിക്കുന്ന സാഹചര്യം പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ഇപ്പോഴും പൂർണ്ണമായി ശമിച്ചിട്ടില്ലെന്ന സൂചനയാണ് നൽകുന്നത്. സംഭാഷണത്തിനുള്ള വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും ഒരേ സമയം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നീക്കങ്ങൾ പരസ്പര വിശ്വാസക്കുറവ് തുടരുന്നതിന്റെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്.
അതിനാൽ വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളും സൈനിക നീക്കങ്ങളും മേഖലയുടെ സുരക്ഷയും ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ അതോ നയതന്ത്രം വീണ്ടും സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളായിരിക്കും തീരുമാനിക്കുക.